ആൻ്റണി ചോദിക്കേണ്ട ഈ സിനിമ തുടങ്ങുന്നത് ആൻ്റണിയുടെ മുഖത്തുനിന്നാണ്. അതെ. സിനിമയുടെ ഏതാണ്ട് അവസാനവും ആൻ്റണിയിലൂടെയാണ്. എൻ്റെ കൂടെ അഭിനയിച്ചവരുടെ അവരിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ് ഞാനും അഭിനയിക്കുന്നത്. ഞാനൊരു സിനിമാ നിരീക്ഷകൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ആസ്വാദകനാണ്, സാധാരണ കാഴ്ചക്കാരനാണ്. പക്ഷേ ഈ മോഹൻലാൽ എന്നുള്ള ആക്ടറിന് ഈ സിനിമയിലെ വിജയം അനിവാര്യതയായിരുന്നു. അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷേ കാര്യം എന്താ പറയുക, അത് എന്തുകൊണ്ടാണ്? എന്താ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ സിനിമകൾ ഒരുപക്ഷെ മോഹൻലാൽ എന്ന നടൻ പ്രതീക്ഷിച്ച ഒരു വിജയം കാണാൻ കഴിയാതെ ഞാനപ്പോൾ അങ്ങനെ പഴയ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇത് വിജയിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇനി ഒരു കുറേ സിനിമകളിൽ അഭിനയിക്കാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷമായാലും ഇപ്പോൾ പ്രണയം എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ്. അല്ലെങ്കിൽ തന്മാത്ര എന്നുള്ള സിനിമ, അല്ലെങ്കിൽ പിന്നെന്താ പറയേണ്ടത് ഭ്രമരം എന്നുള്ള സിനിമ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കൊടുമുടിയുടെ തുഞ്ചത്ത് താങ്കളിങ്ങനെ നിൽക്കുകയാണ്. ഈ നിൽപ്പിലൊരു പ്രത്യേക തലമുണ്ട്. കാരണം നമ്മളെക്കാട്ടിലും ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ക്രാഫ്റ്റിനെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സംവിധായകരാണ്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളാണ്. പലരും ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. ആയിക്കോട്ടെ. മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചരിത്ര വിജയമായ ദൃശ്യം എന്ന് പറയുന്ന ഈ ചിത്രം ഇത്രയും വിജയമായിരിക്കുമെന്ന് ലാൽ സാറിന് ഷൂട്ടിംഗ് സമയത്തോ അതിന് ശേഷമോ ഈ റിലീസിന് മുൻപ് ഏതെങ്കിലും സമയത്ത് മനസ്സിലങ്ങനെ തോന്നിയിരുന്നു? ആന്റണി സുന്ദരനായിരിക്കും. ആന്റണി അല്ലല്ലോ സുന്ദരനാണ്. ആന്റണിയുടെ ഒരു സല്യൂട്ടൊക്കെ ഉണ്ട്. അതായത് വന്ന സ്റ്റേഷനിൽ ഈ ആന്റണി ചോദിക്കേണ്ട ഈ സിനിമ തുടങ്ങുന്നത് ആന്റണിയുടെ മുഖത്തുനിന്നാണ്. അതെ. സിനിമയുടെ ഏതാണ്ട് അവസാനവും ആന്റണിയിലൂടെയാണ്. ആന്റണിയാണ് ഈ കഥ കൊണ്ടുപോകുന്നത്, അല്ലേ? ഒരു ബസ്സിൽ വന്ന് ഇറങ്ങിപ്പോകുന്നത്. നമുക്കൊന്നും ഒരിക്കലും ഒരു പ്രഡിക്റ്റ്, ഈ സിനിമയുടെ ഒരു മാജിക് റെസിപ്പിയാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ വിജയം കൊണ്ട് അടുത്ത സിനിമ ദൃശ്യം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സിനിമ എടുക്കുക, ഇത് വിജയിക്കണം എന്നില്ല. ഇപ്പോൾ ഈ സിനിമയുടെ റൈറ്റ്സുകൾ ഒരുപാട് ലാംഗ്വേജിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആന്റണി ചോദിച്ചൊരു ചോദ്യം അല്ല, ഞാൻ പറയാം. അപ്പോൾ അത് അവർ വാങ്ങിക്കുന്നത് ഈ സിനിമയുടെ വിജയം കണ്ടുകൊണ്ടാണ്. അവർക്ക് ഈ സിനിമ രണ്ടാമത് റീമേക്ക് ചെയ്താൽ ഇതുപോലെ വിജയം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത്. ഈ സിനിമ ഒരു പ്രേക്ഷകർ വികാരമായിട്ടെടുത്തു. അവർക്ക് എത്രയോ നാളായിട്ട് കാണാൻ കൊതിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായി, അറിഞ്ഞോ അറിയാതെയോ. അത് അക്സെപ്റ്റൻസാണ്. പിന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എപ്പോഴും സിനിമ എങ്ങനെയാണല്ലോ, ഈ സിനിമയുടെ വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് സിനിമ മറന്നു പോകും. പക്ഷേ ഈ സിനിമ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ നിൽക്കാം, ചിലപ്പോൾ ചില മണിക്കൂറുകൾ നിൽക്കാം. വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, തനിയെ ഇരിക്കുമ്പോൾ ആലോചിക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാകാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടി മെസ്സേജുകൾ കൺവേ ചെയ്യുന്ന സന്ദേശവും വളരെ പ്രധാനം. എന്താ കാരണം വെച്ചാൽ ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ. സത്യം പറയുക എന്നുള്ളതല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നീതി നടപ്പാക്കുക. നീതിയും സത്യം തമ്മിൽ പലപ്പോഴും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഞാനതിനകത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചൊരു കാര്യം, ഒരു പക്ഷേ കള്ളം പറയാൻ വേണമെങ്കിൽ ഒരു ന്യായം വേണം ഒരാൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ സത്യം പറയാതിരിക്കാൻ ഒരു ന്യായമുണ്ടാകാം. അല്ല, അങ്ങനെയാണല്ലോ പറയുന്നതും. അതൊരു നീതിക്ക് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇവിടെ സംഭവിച്ചത് എന്ത് തന്നെ ആയാലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് പറയുന്ന ഒരാളുടെ മനസ്സാണ്. ആ മനസ്സിനെ ഈ പ്രേക്ഷകർ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. സാധാരണ സിനിമയിൽ ഒരു പക്ഷേ 300 പേരെ ഒരു നായകൻ വെടിവെച്ച് കൊന്നിട്ട് ജയിലിൽ പോകുന്നുണ്ട്. അതിനേക്കാളിലും ഭയങ്കരമായ ഒരു കാര്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ എന്തു ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവും, ആ സംഭവം നടന്ന മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഒരു ഹിച്ച്കോക്കിൻ്റെ രീതിയിലുള്ളതാണ് ഈ സിനിമ. ആദ്യം എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചിട്ട് പിന്നെ അതിനെ എങ്ങനെ കവറപ്പ് ചെയ്തു, എങ്ങനെ അത് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു തീമാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. വരട്ടെ. ലാൽ സർ, ഞാൻ നിങ്ങളോട് കുറേ സിനിമകൾ ചെയ്തു. പക്ഷേ അപ്പോഴെല്ലാം ഞാൻ പറയാത്ത ഒന്ന് ഇപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. ദ മോസ്റ്റ് പോസിറ്റീവ് പേഴ്സൺ ഐ കെയിം അക്രോസ് വാസ് യു. നിങ്ങളോട് ചെയ്യുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദ പോസിറ്റീവ് എനർജി യു ഹാവ് ആൻഡ് ദ പോസിറ്റീവ് എനർജി യു ഗിവ് അസ്, ഇറ്റ്സ് അമേസിങ്. ദൃശ്യത്തിലെ നായികയാണ് മീന. അതെ, മീനയ്ക്ക് ഒരുപാട് എനർജി ലാൽ സാർ പകർന്നു കൊടുത്തു മീന പറയുന്നത്. വളരെ സന്തോഷം അങ്ങനെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചാണ് പറഞ്ഞത്. എൻ്റെ കൂടെ അഭിനയിച്ചവരുടെ അവരിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ് ഞാനും അഭിനയിക്കുന്നത്, അല്ലേ?
അപ്പോൾ അതിലൊരു കുട്ടിയായാലും അതിലെ ഇപ്പം നാരായണൻ നായരായാലും കുഞ്ചേട്ടനായാലും ഒക്കെ ആ സീൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അവരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും തമാശകൾ പറയുകയും ഇതൊരു സിനിമയാണ്, ഇതൊരു അഭിനയമാണ്, ഇത് മോഹൻലാലാണ് അല്ലെങ്കിൽ ഇത് കുഞ്ചനാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലൂടെയാണ്. അതായിരിക്കാം അവർ പോസിറ്റീവ് എനർജി. അത് മാത്രമല്ല, ലാലിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത ആൾക്കാർ പറയുന്നത്, ലാൽ വളരെ കംഫർട്ടബിൾ ആക്കി പറ്റുള്ള ആൾക്കാർ. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഞാൻ അങ്ങോട്ട് പോകും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമാണ്. ഒരു സൂപ്പർ സ്റ്റാർ സാറ് അങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത്. സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു വാക്കല്ലേ, ഒരു സംജ മാത്രമാണ്. അതെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു ഫിലോസഫി അതാണ് അല്ലേ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം എനിക്ക് പറയാൻ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് സിനിമയിലായാലും അത് ജീവിതത്തിലായാലും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ ശ്രമം ഒരു പക്ഷേ നമുക്ക് ഈ പോസിറ്റീവ് എനർജിന്നോ. ഇത് മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ചൊരു സിനിമയായിരുന്നു. ഞാനിവിടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ നിമിത്തങ്ങൾ, പലപ്പോഴും ഇങ്ങനെയുള്ള നിമിത്തങ്ങളാണ് പലതിനും പറഞ്ഞു വെച്ചിരിക്കുന്ന സിനിമ സംഭവിക്കുകയാണ് അല്ലേ. ഇപ്പോൾ അത് ഇങ്ങനെ ഈ സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് ഇത് വിജയമായി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് ഇത് വിജയമായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു സിനിമയായിരുന്നു അല്ലേ. ഇതിലിപ്പോൾ മീന എന്ന് പറയുന്ന കുട്ടി വളരെ കാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദൃശ്യത്തിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു നിമിത്തമാണ്. ഇതിങ്ങനെ സംഭവിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്.